ഷീബ, എന്തുണ്ട് വിശേഷം? ചേച്ചി, വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാന്നേ. ഹയർ റേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇടുക്കി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമാണ് ഹയർ റേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി. സൊസൈറ്റിയുടെ കീഴിൽ ഗിരിജ്യോതി SHGകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെ നമുക്കൊരു പരിധി വരെ നമ്മുടെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് HDS. ഏത് തരത്തിലുള്ള സഹായവും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. HDSൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ് ഗിരിജ്യോതി SHGകൾ. അപ്പോൾ നമുക്കൊരു സംഘം സന്ദർശിക്കാം. ഷീബ, ഞാനിതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാവേ. ഒരു പ്രദേശത്തെ 10 മുതൽ 20 വരെ അംഗങ്ങൾ ചേർന്ന ഒരു ഗ്രൂപ്പാണ് സംഘങ്ങൾ. അവിടെ ചർച്ചകളുണ്ട്. സ്ത്രീ ശാക്തീകരണം, വിനോദം, സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള കോഴിക്കുഞ്ഞു വിതരണം, ആട് വിതരണം, പച്ചക്കറി കൃഷി പ്രോത്സാഹനം എന്നിങ്ങനെ വിവിധ സംരംഭങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. കൂടാതെ കർഷകരുടെ ബാങ്കായ നബാർഡിൻ്റെ പരിശീലന പദ്ധതികളായ MEDP, LEDP എന്നിങ്ങനെയുള്ള പരിശീലനങ്ങൾ നമുക്കവിടെ ലഭിക്കും. HDSൻ്റെ കീഴിൽ ഇന്ന് 350ഓളം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 18ഓളം കുട്ടികളുടെ സംഘങ്ങളും HDS രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. ഈ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ഓരോ ഫെഡറേഷനാണ്. ഈ ഫെഡറേഷനുകളെ 5 മേഖലകളായി നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഈ മേഖലകളിൽ നിന്നും 7 പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഒരു സെൻട്രൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. തൊഴിൽ പ്രോത്സാഹനമായി 3 ഫാം റൺസ് ഉണ്ട്. SHG അംഗങ്ങളുടെ ആവശ്യങ്ങൾക്കായി വിവിധ ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ പലിശ നിരക്കിലെ ലോണുകൾ തരപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ഈ പ്രസ്ഥാനം വലിയൊരു സഹായമാണ്. നമ്മുടെ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഈശ്വര പ്രാർത്ഥനയോടെയാണ് നമ്മുടെ സംഘങ്ങൾ ആരംഭിക്കുന്നത്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം സെക്രട്ടറിയുടെ റിപ്പോർട്ട് അവതരണമാണ്. ചക്ക കൊണ്ട് വിവിധതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്നവർ അതൊരു സ്വയം തൊഴിലായി വളർത്തിക്കൊണ്ടുവരണമെന്ന് അറിയിച്ചു. അടുത്ത മാസം സംഘത്തിന്റെ ഓഡിറ്റിംഗ് ഉണ്ട്. തുടർന്ന് സംഘാംഗങ്ങൾ റിപ്പോർട്ട് പാസാക്കുകയാണ്. സംഘാംഗങ്ങൾ അതിൽ ഒപ്പിടുകയും ചെയ്യുന്നു. അതിനുശേഷം പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗം. പിന്നീട് വിവിധ ചർച്ചകളാണ്. സംഘത്തിൻ്റെതായ ചർച്ചകൾ, സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, സമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകൾ. അതിനുശേഷം സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിനായി HDS ഓഫീസിൽ നിന്നുമുള്ള വ്യക്തികൾ ക്ലാസുകൾ നയിക്കുന്നു. സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളാണ്. അതോടൊപ്പം സംഘാംഗങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി വിവിധ ഗെയിമുകൾ നടത്തുന്നു. തുടർന്ന് മാസവരിയും നിക്ഷേപവും അംഗങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയാണ്. സെക്രട്ടറി ബുക്കിൽ വരവ് വയ്ക്കുകയും ഖജാൻജി ക്യാഷ് വാങ്ങുകയും ചെയ്യുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ സംഘത്തിൽ അംഗമാകാൻ സാധിച്ചതിന്. ഒരു പരിധിവരെ എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ഉത്തരമാണ് ഈ ഗിരിജ്യോതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഭയങ്കര നടുവേദനയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ മീറ്റിങ്ങുകളിലും വന്ന് സഹകരിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഷീബ ചേച്ചി, എങ്കിൽ നമുക്ക് നടുവേദനയാണെങ്കിൽ PHC പോയി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ? എനിക്ക് അതിനുള്ള പരിചയമൊന്നും ഇല്ലെന്നേ. ഞാൻ അങ്ങനെ പൊതു സ്ഥലത്തൊന്നും പോകാറില്ല. കുഴപ്പമില്ല കേട്ടോ, ഞാനും കൂടെ വരാം. ആശുപത്രിയിൽ പോയി പരിചയമൊന്നും ഇല്ലല്ലോ. പിന്നീട് നന്ദി പറയുകയും HDS ആനന്ദത്തോടുകൂടെ സംഘം അവസാനിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഈ സംഘത്തെ പ്രവർത്തിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും കാര്യങ്ങളെല്ലാം വന്നു. അതുപോലെ തന്നെ പിള്ളേരെ പഠിക്കുന്ന കാര്യത്തിനെല്ലാം സഹായിക്കാൻ പറ്റി. പിന്നെ ഓരോ കാര്യങ്ങൾക്കും ഈ സംഘം വഴിയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നത്. അതുപോലെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ സംഘത്തിലോട്ട് ചേർക്കാനായിട്ടും
ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും അവരെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരാനും എന്നെ പറ്റുന്ന പോലെ ഞാൻ പരിശ്രമിക്കുന്നതാണ്.